ആ അയക്കുമേ ഇജ് എന്താ ഇവിടെ? ഞാനൊരു മരുന്നാങ്ങാൻ വേണ്ടി ഇറങ്ങിയാടാ. ഇന്ന് നേരത്തെ ഇറങ്ങിയാ? ആ ഇത് നേരെ പരീക്ക. ആടാ, എനിക്ക് മുസ്താഖാന്റെ അടുത്ത് കുറച്ച് മീൻ വാങ്ങും. അയക്കോറ, അയില, മാന്തല്, നല്ല കുഞ്ഞമ്പത്തിന്റെ കൊണ്ടോയിക്കോളി. മുസ്താഖ റസീല കുറച്ച് കുഞ്ഞമ്പത്തി കൊണ്ടേക്കോ. ആ എന്നാ കുറച്ചെടുത്തോളൂ. അല്ല റഷിയ, ഇത് മുസ്താഖാനായിട്ട് നല്ല കമ്പനി അല്ലേ? ആ അല്ല, മൂപ്പർക്ക് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നം എന്തെങ്കിലും? അതെ, അങ്ങനെ വെച്ച്. അല്ലടാ, മൂപ്പര് കാണാൻ രാവിലെ ഹോട്ടലിൽ പൊറോട്ട അടിക്കണേ, വൈകുന്നേരം മീൻ കച്ചവടം, രാത്രി ആ ATM സെക്യൂരിറ്റി ആയിട്ട് കാണാം. ഇങ്ങനെ കഷ്ടപ്പെടാൻ മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മൂപ്പർക്ക്? അതെ, ഞാനും മൂപ്പരോട് ചോദിച്ചതാ. നാളെ വരാട്ട. കഴിഞ്ഞ മുസ്താഖ, ഞാൻ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു. ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ രാവിലെ പൊറോട്ട പണി, വൈകുന്നേരം മീൻ കച്ചവടം, ഇപ്പൊ രാത്രി സെക്യൂരിറ്റി പണി, ഇതിനു വേണ്ടി എന്ത് കഷ്ടപ്പെടാൻ പറ്റുന്നു? നിങ്ങൾ ഒറ്റ ദിവസം ലീവ് എടുത്തിട്ട് കാണില്ല. കഷ്ടപ്പാടൊന്നും ഉണ്ടായിട്ടല്ല, നല്ല റാഹത്താണ്. എനിക്ക് എന്റെ പേരില് പെണ്ണുങ്ങളും മോളും എല്ലാം ഉണ്ട്. മോളെ ഒരു കാര്യത്തിലും ഒരു കുറവും വരുത്തരുത്, അതെനിക്ക് നിർബന്ധ. നമ്മളെ ചെറുപ്പത്തില് നമ്മളെ കുറെ കഷ്ടപ്പെട്ട് ഇടങ്ങാറായതല്ലേ. എനിക്ക് ചെറുപ്പത്തിൽ വന്ന ഗതി എന്റെ മൂക്ക് വരരുത്. ഓളെ കാര്യത്തിന് വേണ്ടിട്ട് ആരെ മുന്നിലും കൈ നീട്ടരുത്. ഇനിയിപ്പോ നമ്മൾ നയിച്ചാലല്ലേ പറ്റുള്ളൂ. അത് ശരിയാണ്. ആയിക്കോട്ടെ, കാണാം. ആയിക്കോട്ടെ. ഇതാണ് മൂപ്പര് പറഞ്ഞത്. ആ അത് ശരി, അങ്ങനെയുള്ള കാര്യം. അക്കിമേ, അല്ല റഷിയ, ഇവിടെ കുറെ സ്ഥലം കണ്ടിട്ട്. ഞാൻ 2 ആഴ്ച ഇവിടെ ഇല്ലാരടാ, ബാംഗ്ലൂർ പോയി. എത്ര എന്റെ പൈസ? എന്നാ നോക്കേ, ഇജ് ഫ്രീയാ? ആ, ഒരു കാര്യം പറയട്ടെ, ഇരിക്കേ. അല്ല, ഇജ് വിവരങ്ങളൊക്കെ അറിഞ്ഞോ? എന്ത് പേരുടാ? ആ മുസ്താഖാന്റെ മോളെ. മുസ്താഖാന്റെ മോള് ഒളിച്ചോടി പോയ കാര്യല്ലേ? ആടോ. വല്ലാത്തൊരവസ്ഥ അല്ലേ. പാവാണ്, ആകെ തകർന്നിട്ടുണ്ട്. ഞാൻ മൂപ്പരടുത്തൊന്ന് പോയി നോക്കിയാലോ? ഇജ് വേണമെങ്കിൽ പോയി നോക്ക്. ഇജെന്തായാലും പോയി വന്നിട്ട് വിവരങ്ങളൊന്നും പറയട്ടാ. ശരിടാ. അസ്സലാമു അലൈക്കും. ആ മുസ്താഖ, എന്തൊക്കെ സുഖാണ്. കേറിയിരിക്ക. മുസ്താഖ, ഏതാ വണ്ടി? അതിപ്പോ ഞാൻ വാങ്ങിയതാണ്. അല്ല, നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയോ? ഡ്രൈവിംഗ് ഒക്കെ അറിയാ, പക്ഷെ കാറ് വാങ്ങാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു. ഇജ്ജ അറിഞ്ഞില്ലേ, ഓള് പോയി. 18 കൊല്ലം ഓക്ക് വേണ്ടി ജീവിച്ചത് ഓള് മനസ്സിലാക്കില്ല. ഓള് പോയിക്കോട്ടെ, ഞാൻ ഓളെ പിന്നാലെ പോയിട്ടില്ല. എന്നെങ്കിലും നമ്മോട് ഇഷ്ടമുണ്ടെങ്കിൽ ഓളിന്നെ മനസ്സിലാക്കുമല്ലോ. അപ്പൊ ഓള് തിരിച്ചു വന്നോട്ടെ. എന്തായാലും ഓളിന്റെ മോളല്ലേ, എനിക്ക് ഓളെ സ്വീകരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഇതൊന്നും എന്റെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓള് നേരത്തെ തിന്നാതെയും കുടിച്ചാതെയും കണ്ണീര് ഒഴിച്ച് കുത്തിറക്കാണ്. എന്താപ്പ നമ്മൾ ഓളോട് പറയാൻ? ശരിയായിക്കോളും, ഒക്കെ ഓക്ക് മനസ്സിലാവും. ആ ഒരു പ്രതീക്ഷയിലാണ്. എന്റെ മോള് പോയതിന് ശേഷം എന്റെ ബാങ്കിലെ പാസ്ബുക്ക് ഒന്ന് ഞാൻ എടുത്തു നോക്കി. ബാങ്കിലൊന്ന് പോയി നോക്കുമ്പോൾ ഉറുമ്പ് കൂട്ടി വെച്ച പോലെ കുറെ കായുണ്ടടാ. എല്ലാം ഞാൻ ഓക്ക് വേണ്ടി കരുതിയതായിരുന്നു. ഓക്ക് ഞാന് ഒരു സാധനത്തിന്റെ കുറവ് ഞാൻ ഓക്ക് വരുത്തിയിട്ടില്ല. എന്ത് സാധനം പറഞ്ഞാലും പണി കഴിഞ്ഞ് വരുമ്പോ ഞാനത് ഓക്ക് കൊടുന്നു കൊടുക്കലുണ്ട്. എടാ, എൻ്റെ അടുത്ത് ചെറിയൊരു പേവ് കഴിച്ച് ഞാൻ ഓളോട് പറഞ്ഞത്, +2 നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു ഫോണ് വാങ്ങിത്തരാതെ പറഞ്ഞത്. +2 ഓള് നല്ല മാർക്ക് വാങ്ങി. ഞാൻ ഓക്ക് ഫോണും വാങ്ങിക്കൊടുത്ത് അതോടുകൂടി മുഴുവൻ കഴിച്ച്. എന്റെ മോൾ ഉണ്ടായതിന് ശേഷം ഓക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. ഉള്ളത് മുഴുവൻ ഞാൻ ഓക്ക് വേണ്ടി ഒരുക്കൂട്ടി. എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് പോലും ഞാൻ വേണ്ട രീതിയിൽ ഓക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. അതേ മയക്കില്ല എന്റെ മോളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്. എന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഓക്ക് സാധിച്ചില്ല. എടാ റഷീദേ, പെങ്ങളെ സ്ഥലം വിൽക്കാന്ന് പറഞ്ഞത്
ആ ഓരി ഞാൻ വാങ്ങി. ഒരു വണ്ടിന് ആവശ്യമുണ്ടായിരുന്നു, ഒരു കാറും വാങ്ങി. പൈസ കുറെ ബാങ്കിലുണ്ടായിരുന്നു. ഞങ്ങൾ ജീവിക്കാതെ മോക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഇനി ഞങ്ങളൊന്ന് ജീവിച്ചട്ടെ. എന്നാ ശരി ഉസ്താദ, ഞാൻ പോട്ടെ, പിന്നെ വരണ്ട്. ആ റഷീദേ, ചിലപ്പോ 2 ആഴ്ചയ്ക്ക് ഞങ്ങൾ ഉണ്ടാവില്ല ഇവിടെ. ഞാനും പെണ്ണുങ്ങളും ടൂർ പോകണം. താജ്മഹൽ, ആഗ്ര, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി എവിടുക്കാ നമ്മൾ കാത്തിച്ചിരിക്കണ്? ആയിക്കോട്ടെ, പോയി വരീട്ടോ. റഷ്യ എന്തായി കണ്ടാ? മൂപ്പര് ഓക്കെയാണടാ. മൂപ്പര് ആ പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ പൈസയിലേ ഇപ്പോ പെങ്ങളെ ഓരിയിൽ കുറച്ച് സ്ഥലം വാങ്ങിക്കണം, പിന്നെ ഒരു കാർ എടുത്തേക്കണം, വേണ്ട ടൂറ് പോകണം. എന്താടാ അങ്ങനെ? മൂപ്പര് ചെയ്താടോ ശരി. സ്വയം ജീവിക്കാതെ എല്ലാം മോക്ക് വേണ്ടി മാറ്റിവെച്ച് ഇപ്പോ ജീവിതമില്ല, മോളുമില്ല. ഇന്നത്തെ കാലത്തെ മക്കൾക്ക് വേണ്ടി ജീവിക്കണ്ടെന്നല്ല, അതിന്റെ കൂടെ നമ്മളും സ്വയം ജീവിക്കാൻ മറക്കരുത്. ശരിയാണ്.